ആദരണീയ സ്ഥാപനങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ വീണ്ടും ഒരു റബീഉൽ വീണ്ടും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. ഓരോ റബീഉൽ വരുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 1500 വർഷങ്ങൾ ഇന്നേവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, കാതുകൊണ്ട് മാത്രം കേട്ട് പരിചയമുള്ള അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കണമെങ്കിൽ അത് ആ പ്രവാചകന്റെ മഹത്വമാണ്. ആരാണ് മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? പാഞ്ചുമേറ ബീച്ചിന്റെ തിരമാലകൾക്കുള്ളിലൂടെ ഓടികളിക്കുന്ന ഡോൾഫിനുകളെ നോക്കിക്കൊണ്ട് പട്ടുമെത്തയിൽ പരിരംഭണം ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർക്ക് പോലും ആഡംബരത്തിന്റെ നടുവിൽ 3 വർഷം മാത്രം തികയ്ക്കാൻ പറ്റുന്ന ദാമ്പത്യ ജീവിതത്തെ എങ്ങനെ മനോഹരമായി ദാമ്പത്യ ജീവിതത്തെ നയിക്കാമെന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ മുത്തേ, ലോകത്തിന്റെ സ്വത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയെ അങ്ങേ വർണ്ണിച്ചവരാരും പരാജയപ്പെട്ടിട്ടില്ല. നബിയെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളുടെ കൂട്ടമാണ് അല്ലാഹുവിന്റെ റസൂലിനുള്ളത്. ആരായിരുന്നു? ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുൻകൊല്ല പൊട്ടിയ വിവരം അറിഞ്ഞ ഉവൈസ് തങ്ങളെ തന്റെ മുഴുവൻ മുൻകൊല്ലുകളും പറിച്ചെറിഞ്ഞ സംഭവമാണ് അല്ലാഹുവിന്റെ റസൂലിനെ വർണ്ണിക്കാനുള്ളത്. ലോകത്തിലെ ഏറ്റവും നീതിമാനായ ഭരണാധികാരി അത് അറേബ്യയുടെ രാജകുമാരൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത് ആരാണ്? തമിഴ്നാട് തമിഴ്നാട് വിജയന്റെ പോലും വർണ്ണിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അയ്യപ്പതികളെന്ന് ഓർക്കണേ. അല്ലാഹുവിന്റെ റസൂലിനെ ഓർമ്മതികളെന്ന് ഓർക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും നീതിമാനായ ഭരണാധികാരിയും ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ ഭരണത്തെ നയിച്ചിരുന്ന ലോകത്തിന്റെ കാരുണ്യമേ, മദീനയുടെ മരതകമേ, ലോകം കണ്ട ഹബീബേ നബീനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കറുകറുത്ത ബിലാലിനെയും വിടവിളത്ത സൽമാനുൽ ഫാരിസിനെയും നിങ്ങൾ തഖ്വ കൊണ്ട് അറിഞ്ഞാൽ മതി. എന്താണ് തഖ്വ നബിയെ എന്ന് ചോദിച്ചപ്പോ ഹുവ ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവായി. അല്ലാഹു നിരോധിച്ച കാര്യങ്ങളെ മുഴുവൻ നിരോധിക്കുകയും അല്ലാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ചെയ്യുകയും ചെയ്യുന്നതാണ് തഖ്വ. ആ തഖ്വയാക്കുണ്ടോ അവനാണ് വിജയിക്കുക. അല്ലാണ്ട് വർണ്ണത്തിന് വളരെ കാര്യമില്ല, വർഗത്തിന് വളരെ കാര്യമില്ലെന്ന് പഠിപ്പിച്ച സാഹിബ് റബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയെ അങ്ങേ വർണ്ണിച്ചാൽ ഈ പാപിക്ക് തീരുന്ന നബിയെ, നബിയെ അങ്ങേ വർണ്ണിച്ചാലും തീരുന്ന നബിയെ, അങ്ങേ വർണ്ണിക്കാൻ കടല് മുഴുവൻ മഷിയായാലും മരങ്ങളെ മുഴുവൻ പേനയായാലും അങ്ങനെ വർണ്ണിച്ച് തീരുന്ന നബിയെ. അത്രയുമുണ്ട് നബിയെ അങ്ങയുടെ ചരിത്രം. വസാഹിബ് റബിയ വസാഹിബുൽ മദീന വസാഹിബുൽ മക്കാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ ഭാര്യയായ ഖദീജ ബീവിയോട് പറയാ, ഖദീജ നീ നിനക്ക് വേണ്ട കാര്യങ്ങൾ, നീ നിന്റെ ഇബാദത്തുകൾ നീ ചെയ്യുന്നത് കൃത്യമായി ചെയ്യണം. അല്ലാണ്ട് എന്റെ പ്രതീക്ഷയിൽ ഒരിക്കലും വരരുത്. നീ നിനക്കുള്ള ഇബാദത്തുകൾ ചെയ്യണമെന്ന് പഠിപ്പിച്ച മുത്തേ കരളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ദിവസം നബി ഇങ്ങനെ നടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ സൈനബ റളിയല്ലാഹു അൻഹ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീകളുടെ വസ്ത്രം ഇങ്ങനെ തൊല്ലുകയാണ്. അപ്പൊ നബി ചോദിച്ചു, സൈനബേ അല്ലാഹു എനിക്ക് മലകണക്കിന് സ്വർണ്ണവും വെള്ളിയും തരും, പക്ഷെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ് സൈനബേ. എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം മതി സൈനബേ എന്ന് പഠിപ്പിച്ച ലാളിത്യത്തിന്റെ പൂർണ്ണതയെ അല്ലാഹുവിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ വർണ്ണിച്ചാലും തീരില്ല റസൂലേ. വീണ്ടും അടുത്ത റബീഉൽ അവ്വലിൽ കാണാമെന്ന് പ്രതീക്ഷ
പ്രതീക്ഷയോടെ വാഹനദാവാനായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി